അമേരിക്കയുടെ കണ്ണുരുട്ടൽ, യൂറോപ്പിന്റെ ഉപരോധങ്ങൾ, ആഗോളതലത്തിൽ ഉയരുന്ന സമ്മർദ്ദം. ഇതിനിടയിലും റഷ്യൻ എണ്ണയുമായി കൂറ്റൻ ടാങ്കറുകൾ ഇന്ത്യൻ തീരത്തേക്ക് അടുക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലയായ ജാംനഗറിലേക്ക് അടുത്ത ആഴ്ച എത്തുന്ന 4 റഷ്യൻ കപ്പലുകൾ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഇതിൽ 3 കപ്പലുകൾ ഉപരോധ പട്ടികയിലുള്ളവയാണെന്നതാണ് ലോകരാജ്യങ്ങളെ ഞെട്ടിക്കുന്ന ഒരു കാര്യം. റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഗുജറാത്തിലെ ജാംനഗർ റിഫൈനറിയിലേക്കാണ് റഷ്യൻ ക്രൂഡ് ഓയിലുമായി ഈ ടാങ്കറുകൾ എത്തുന്നത്. ട്രേഡ് അനലിറ്റിക്സ് സ്ഥാപനമായ കെപ്ലർ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ജനുവരി ആദ്യവാരം ഈ കപ്പലുകൾ ഇന്ത്യയിലെത്തും. ഇതിൽ ശ്രദ്ധേയമായ കാര്യം കാർത്ത, വോക്കി, നേവ എന്നീ 3 കപ്പലുകൾ ബ്രിട്ടനും യൂറോപ്യൻ യൂണിയനും കരിമ്പട്ടികയിൽ പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. യുക്രൈൻ അധിനിവേശത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയെ സാമ്പത്തികമായി തളയ്ക്കാൻ ഇന്ത്യ റഷ്യൻ എണ്ണ ഉപേക്ഷിക്കണമെന്ന് അമേരിക്ക നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. എന്നാൽ ഒക്ടോബർ മാസത്തിന് ശേഷം ഇറക്കുമതിയിൽ കുറവ് വരുത്തിയെങ്കിലും റഷ്യയെ പൂർണ്ണമായി കൈവിടാൻ ഇന്ത്യ തയ്യാറല്ലെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യ റഷ്യൻ എണ്ണയിൽ ഇത്രയധികം താല്പര്യം കാണിക്കുന്നത്? ഉത്തരം ലളിതമാണ്: ലാഭം. അമേരിക്കൻ ഉപരോധം ശക്തമായതോടെ ഇന്ത്യൻ കമ്പനികളെ പിടിച്ചു നിർത്താൻ റഷ്യ വിലക്കിഴിവാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഒക്ടോബറിൽ ബാരലിന് $2 മുതൽ $4 വരെയായിരുന്ന ഡിസ്കൗണ്ട് ഇപ്പോൾ $8 റഷ്യ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. മറ്റു രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനേക്കാൾ എത്രയോ ലാഭകരമാണ് റഷ്യയുടെ ഈ ഓഫർ. 2022 യുദ്ധം തുടങ്ങിയ സമയത്ത് ഇത് ബാരലിന് $30 വരെയായിരുന്നു. നിലവിൽ റിലയൻസിന് ഈ കപ്പലുകളുടെ വരവിനെ കുറിച്ച് ഔദ്യോഗികമായി സ്ഥിരീകരണമൊന്നും നൽകിയിട്ടില്ല. ജനുവരിയിൽ എണ്ണ എത്തിക്കാൻ പുതിയ കരാറുകൾ ഇല്ലെന്നാണ് ബ്ലൂംബർഗ് എന്ന മാധ്യമത്തിനോട് അവർ പ്രതികരിച്ചത്. എന്നാൽ കപ്പലുകളുടെ സഞ്ചാരപഥം നിരീക്ഷിക്കുന്ന ഏജൻസികൾ പറയുന്നത് എന്തെന്നാൽ ഈ ടാങ്കറുകൾ ഇന്ത്യ ലക്ഷ്യമാക്കി തന്നെയാണ് നീങ്ങുന്നത് എന്നാണ്. സിയറ ലിയോൺ, കൊമോറോസ് എന്നീ രാജ്യങ്ങളുടെ പതാകകൾ ഉപയോഗിച്ചാണ് ഈ കപ്പലുകൾ സഞ്ചരിക്കുന്നത്. ഉപരോധങ്ങളെ മറികടക്കാനാണ് റഷ്യ ഇത്തരത്തിലൊരു തന്ത്രം പയറ്റുന്നത്. ചുരുക്കത്തിൽ ലോകരാജ്യങ്ങളുടെ ഉപരോധം ഒരു വശത്ത് നടക്കുമ്പോഴും സ്വന്തം രാജ്യത്തിന്റെ ഇന്ധന ആവശ്യങ്ങൾക്കും സാമ്പത്തിക താല്പര്യങ്ങൾക്കും മുൻഗണന നൽകുന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ നിരീക്ഷണങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും ഇടയിൽ ഇന്ത്യയുടെ ഈ ഇന്ധന നയം വരും ദിവസങ്ങളിൽ ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. റഷ്യ നൽകുന്ന ഈ ഡിസ്കൗണ്ട് വരും മാസങ്ങളിൽ ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതി വീണ്ടും വർദ്ധിപ്പിക്കാനും കാരണമായേക്കാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.